ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്നത്തെ റെസിപ്പി 4 മണി പലഹാരമാണ്. പഴവും അരിയും കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ 2 കപ്പ് അരി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് വറുത്തെടുക്കണം. അതിൻ്റെ മുൻപായിട്ട് എൻ്റെ എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും പുതിയതായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. അപ്പോൾ നമ്മുടെ അരി ഇവിടെ ഏകദേശമൊക്കെ വറന്ന് വന്നിട്ടുണ്ട്. ഇടയ്ക്ക് തീ കുറച്ച് വെച്ചിട്ടും പിന്നീട് കുറച്ച് തീ കൂട്ടി വെച്ചിട്ടും വേണം ഇതൊന്ന് വറുത്ത്. അപ്പോഴാണ് എല്ലാ അരിയും ഒരേപോലെ വറന്ന് കിട്ടുകയുള്ളൂ. ഇനി പെട്ടെന്ന് തന്നെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇതൊക്കെ എല്ലാം റെഡിയായതിനു ശേഷം വേഗം വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് 4 ശർക്കരയാണ്, 4 അച്ചാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഏകദേശം 400 ഗ്രാം ഉണ്ടാവും കേട്ടോ. അങ്ങനെ അത് നന്നായി അങ്ങോട്ട് തിളച്ച് അതെല്ലാം നല്ലപോലെ യോജിച്ച് ഇളകി വന്നിട്ടുണ്ട്. ഞാൻ അത് ചൂടാറാൻ വേണ്ടി വെക്കാം. അപ്പോഴേക്കും നമ്മുടെ അരി ഇവിടെ ചൂടൊക്കെ ആറി റെഡി ആയിട്ടുണ്ടായിരുന്നു. അത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. അങ്ങനെ ഇനി നമുക്ക് ഈ അരിനെ ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. അരി നല്ല ചൂടാറണം കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ മിക്സിയൊക്കെ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മുടെ അരിയൊക്കെ പൊടിച്ചിട്ടുണ്ട്. എല്ലാതും ഇതേപോലെ അങ്ങോട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് പൊടിച്ചിട്ടുണ്ട്. എന്നെ അതവിടെ മാറ്റി വയ്ക്കാം. ഇനി ഒരു പാന് വയ്ക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് അണ്ടിപ്പരിപ്പും പിന്നെ ബദാമും ഒരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. അത് നെയ്യിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഉണക്കമുന്തിരി ഉണ്ടല്ലോ, അതുകൂടി ഇട്ട് കൊടുക്കണേ, ഞാൻ മറന്നതാണ് കേട്ടോ. പിന്നെ ഒരു കപ്പ് തേങ്ങ ചിരവിയതാണ്, അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായി ഒന്ന് യോജിപ്പിച്ച്, ഒരുപാട് മൂത്ത് വരേണ്ട ആവശ്യമില്ല, ഒന്ന് നെയ്യിലൊക്കെ കടന്നിട്ട് ഒന്ന് ചെറുതായി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇത് മാറ്റിയെടുക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഏകദേശമൊക്കെ ചൂടായി വരുന്നുണ്ട്. തീ കുറച്ച് വെച്ചിട്ടാണ് ഞാനിത് റെഡിയാക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളും അത് പ്രത്യേകം ശ്രദ്ധിക്കുക. തീ ഒരുപാട് കൂട്ടി വെക്കണ്ട, നമ്മുടെ അണ്ടിപ്പരിപ്പും ഇതെല്ലാം വേഗം തന്നെ കരിഞ്ഞു പോകും. ഇനി ഇതവിടെ ചൂടാറാൻ മാറ്റി വയ്ക്കാം. നമുക്ക് ഇനി ആ പൊടിച്ച അരിയിലേക്ക് ഞാലിപ്പൂവ് പഴം എടുത്തേക്കണം, 3 എണ്ണം ഇതേപോലെ അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായി ഒന്ന് കൈവച്ചിട്ടൊന്ന് കുഴച്ചെടുക്കണം. പഴമെല്ലാം നന്നായി കൈവച്ചിട്ട് ഒന്ന് ഉടച്ചെടുക്കാം. അതിന് മുൻപായിട്ട് നമ്മുടെ വറുത്ത് വെച്ച തേങ്ങ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കൈ വെച്ചിട്ട് നന്നായി ഒന്ന് ഉടച്ചെടുക്കാം. പഴമൊക്കെ നന്നായി കൈ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഉടച്ചെടുക്കാം. ഈ പഴം നന്നായി ഒന്ന് ഉടച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ശർക്കര ചേർക്കാം കേട്ടോ, അരിച്ചിട്ട്. ശർക്കര ഒത്തിരി നല്ല ചൂടാറാൻ ശ്രമിക്കണേ. അങ്ങനെ നമ്മുടെ പഴമൊക്കെ നന്നായി ഒന്ന് ഉടഞ്ഞ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഇതേപോലെ ഒരു ചെറിയൊരു നനവൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതേപോലെ എല്ലാവിടെയും ഒരേപോലെ യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ശർക്കര ഉരുക്കിയതൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ശർക്കര എടുക്കുമ്പോൾ ഒരു കറുത്ത ശർക്കര വേണം എടുക്കാനിട്ടാ. അപ്പോൾ ഇതിൽ ശർക്കരയിൽ ഒരു ചെറിയൊരു ചൂടുണ്ടായിരുന്നേ, അവൻ്റെ കൈ പൊള്ളിയപ്പോൾ ഞാൻ ഒരു കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി, കുറച്ച് നേരം അങ്ങോട്ട് ഇളക്കിയിട്ട് പിന്നെ ഞാൻ ചൂടാറിയതിന് ശേഷം കൈ കൊണ്ടാണ് അതാക്കിയത്. അപ്പോൾ നിങ്ങൾ നല്ലതുപോലെ ചൂടാറിയിട്ട് വേണം ശർക്കര ഒഴിക്കാൻ. നമ്മൾ കൈ വെച്ചിട്ട് കുഴയ്ക്കണതും കയ്യിൽ വെച്ചിട്ട് കുഴയ്ക്കണതും വ്യത്യാസം ഉണ്ടാവും കേട്ടോ. കൈ വെച്ചിട്ടാക്കുമ്പോൾ എല്ലാവിടെയും ഒരേപോലെ കുഴഞ്ഞ് കിട്ടും. കയ്യിൽ കൊണ്ട് റെഡി ആവണില്ല എന്ന് പറഞ്ഞപ്പോൾ വേഗം തന്നെ കൈ വെച്ചിട്ടാക്കി. അപ്പോൾ ചൂടൊക്കെ ഇപ്പോൾ ഏകദേശം ആറിയിട്ടുണ്ടായിരുന്നേ. നന്നായിട്ടൊന്ന് എല്ലാവിടെയും കൈ വെച്ചിട്ട് നന്നായിട്ട് അടിഭാഗവും മേൽഭാഗവും ഒരേപോലെ ഇരിക്കും. അപ്പോൾ ഇത് എല്ലാവിടെയും ഒരേപോലെ ഇതേപോലെ ആവും. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഇത് നിർത്തി വെക്കാവുന്നതാണ്. ഇത് സ്പൂണൊക്കെ വെച്ചിട്ട് കോരി കഴിക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് അടിപൊളിയാക്കി ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ. അപ്പോൾ ഇതേപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട്, അപ്പോൾ എൻ്റെ എല്ലാ പുതിയ കൂട്ടുകാരും എന്നെ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുതേ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഒരു പാത്രത്തിലേക്ക് ഒന്ന് ആക്കി കൊടുക്കാം. കണ്ടില്ലേ, ഇതേപോലത്തെ ഷേപ്പായിട്ടുണ്ട്. ഇത് സ്പൂൺ വെച്ചിട്ടൊക്കെ കഴിക്കാം. പഴവും
വറുത്ത അരിയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ്. എൻ്റെ എല്ലാ കൂട്ടുകാരും ഉണ്ടാക്കി നോക്കണം.